ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, താങ്ക് യു. സോ ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. സൗണ്ട് ഇഷ്യൂ ഉള്ളവര് നെറ്റ്വർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നെറ്റ്വർക്ക് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കെ. യാ, ഗുഡ് ഈവനിങ് കാർത്തിക, ഗുഡ് ഈവനിങ് ബീന, രേവതി, താഹിറ, കാവ്യ, ഹായ് ഷിന, ഓക്കെ, ലീന, യെസ് ഗുഡ് ഈവനിങ്. മഹേഷ്, ഗുഡ് ഈവനിങ്. അനുഷ്ക, ഗുഡ് ഈവനിങ്. ഹലോ ശ്രീകല, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ക്ലാസ്? ഹായ് റെജിന, മനസ്സിലായോ? ഒരു പേടി മാറിയോ? ഒരു ഗ്രാമറിന്റെ അടുത്തുള്ള ഒരു പേടി മാറിയോ? എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നൊരു തോന്നല് വന്നു? നിങ്ങൾ ഇന്നലത്തെ PDF നോട്ട്സ് നോക്കിയായിരുന്നോ? PDF നോട്ട്സ് വായിച്ചോ? എന്നിട്ട് സ്വയം പറഞ്ഞു നോക്കിയോ സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്? എല്ലാവരും ട്രൈ ചെയ്തോ? അന്നന്ന് പഠിപ്പിക്കുന്നതിന് ശേഷം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞാൻ തരുന്ന സ്ലൈഡ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സ് ഒന്ന് നോക്കുക കേട്ടോ. അതില് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പഠിച്ച വേർഡ്സ് യൂസ് ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച വേർഡ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ട്രൈ ചെയ്യാട്ടോ, ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ട്രൈ ചെയ്താണ് എന്ത് പറ്റുന്നത്, നമുക്കത് ഭയങ്കര ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, ഒരിക്കലും അത് വിട്ടുകളയരുത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വിട്ടുകളയരുത്. ഈ 5 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശിവപ്രസാദ്, ഹായ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കുക. എന്റെ എയിം എന്ന് പറയുന്നത് ഈ 5 days നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരിക എന്നാണ് എന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്റെ ഇന്നലെ നിങ്ങളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഗൂഗിൾ റിവ്യൂസ് ഇട്ടതും ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും തോന്നിയത്. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള, അതും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് കണ്ടപ്പോ, റിവ്യൂസ് ഒക്കെ കണ്ടപ്പോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കുക. ഈ 5 days നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങളെ എന്റെ കൂടെ നിൽക്കുക, എന്റെ ഒപ്പം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. ഒരു നാണക്കേടോ പേടിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന് ശേഷം ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറി വഴിയായിട്ട് പോൾസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാനൊരു 5 പോൾസ് ഇടുന്നതാണ്. നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇന്നലെ ഞാൻ കണ്ടു കുറെ പേര് നമ്മുടെ ക്ലാസ്സിന് ശേഷം പോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ കുറെ പേരൊക്കെ കറക്റ്റ് ആൻസർ ആണ് തന്നിട്ടുള്ളത്. ഇന്നലെ ആർട്ടിക്കിൾസിന്റെ ഒരു പോളായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അതും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിന് ശേഷം ഇംഗ്ലീഷ് ലോഞ്ച് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ആ പോൾ ഒന്ന് ആൻസർ ചെയ്യുക കേട്ടോ. എല്ലാ ക്ലാസ്സിന് ശേഷവും പോൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഓക്കെ അല്ലേ പഠിക്കാനായിട്ട്? എന്തെങ്കിലും മടുപ്പോ ബോറിങ്ങോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ. എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇടുക. എനിക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാൻ പറ്റില്ല, കാരണം ഇത്രയും സ്റ്റുഡൻസ് ഉള്ളത് കാരണം അത് ക്ലാസ്സിലും മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആവുന്ന കാരണം എനിക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കോമന്റ് വഴിയായിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഒരു കാര്യം കൂടി, നമ്മുടെ ലൈവ് സെഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ ലൈവ് റെക്കോർഡഡ് ആയിട്ടുണ്ട്.
നിങ്ങളെ യൂട്യൂബിൽ പോയി ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇന്ന് അല്ലെങ്കിൽ നാളെയോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടു നോക്കട്ടോ. പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കഴിവതും ലൈവ് സെഷൻ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവ് ആവത്തുള്ളൂ ക്ലാസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഇന്നലെ പഠിച്ചേ? യെസ്, നമ്മൾ ഇന്നലെ നൗണ് പഠിച്ചു അല്ലെ. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു പോവാം. നൗൺ എന്താന്ന് പഠിച്ചു. അതായത് നൗൺ എന്ന് പറയുന്നത് നാമം, ഒരു വ്യക്തിയുടെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, വസ്തുവിന്റെ പേര്, ഇതിന്റെ എല്ലാം പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വവൽസ് പഠിച്ചു അല്ലെ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു. സ്വരാക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലെ വവൽസ് എന്ന് പറയുന്നത്. എ ഐ ഒ യു ആണ് നമ്മുടെ വവൽസ്. അത് കഴിഞ്ഞു വരുന്ന കൺസണൻസിനെ അഥവാ വ്യഞ്ജനങ്ങൾ നമ്മൾ പഠിച്ചു. ബി സി ഡി എഫ് ജി ഇതൊക്കെയാണ് നമ്മുടെ കൺസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാക്ക് എ ഐ ഒ യിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ആൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. കൺസണന്റിലാണ് ഒരു വാക്ക് തുടങ്ങുന്നതെങ്കിൽ അവിടെ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ എച്ച് സൈലന്റ് ആയിട്ട് വരുന്ന വാക്കുകളുടെ കൂടെ, എല്ലാ എച്ച് തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെയും കൂടെ നിങ്ങൾ ഒരിക്കലും ആൻ യൂസ് ചെയ്യല്ലേ. എച്ച് സൈലന്റ് ആയിട്ട് വരുന്ന ചില വാക്കുകളുണ്ട്. ഓണസ്റ്റ്, ആര്, ഓണർ, ഇതുപോലുള്ള വാക്കുകളുടെ കൂടെ മാത്രമേ ആൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ചില വാക്കുകൾ വൊവൽസിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ നമ്മൾ അവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കൺസണന്റ് ആണ്. ഇപ്പൊ യൂണിഫോം നമ്മൾ പറഞ്ഞു. യൂണിഫോം എന്ന് പറയുന്നത് യു ഒരു വവൽ ആണെങ്കിൽ പോലും അവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. യുണൈറ്റഡ് അവിടെയും ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താണ്? പുറത്തോട്ട് വരുന്ന സൗണ്ട് അനുസരിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. യൂണിഫോം എന്ന് പറയുമ്പോൾ യാ സൗണ്ട് ആണ് വരുന്നത്, കൺസണന്റ് സൗണ്ട് ആണ് വരുന്നത്. യാ, യൂണിഫോം. യൂണിഫോം എന്നല്ലേ പറയുക, യുണൈറ്റഡ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർട്ടിക്കിൾസ് പഠിച്ചു, നൗൺസ് പഠിച്ചു, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊനൗൺസ് പഠിച്ചു. അതായത് ഞാന്, നീ, അവൻ, അവൾ, നമ്മൾ ഡെയിലി പറയുന്നത് കാര്യങ്ങളാണ്. അവൻ, അവൾ, ഇത്, അത്, ഇവ, ഇതെല്ലാം നമ്മൾ അതിന്റെ മീനിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ച വേർഡ്സ് എല്ലാം ക്ലിയർ ആണല്ലോ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതായത് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഐ ഞാനാണ്, ഐയുടെ ഒബ്ജക്റ്റ് ആണ് മീ എന്ന് പറയുന്നത്. പൊസഷൻ എന്ന് പറഞ്ഞ ഒരു ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥതയെ കാണിക്കാനാണ് നമ്മൾ പൊസഷൻ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെ പൊസഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രവീസ് ബുക്ക് എന്ന് പറയുമ്പോൾ രവിയുടെ പുസ്തകമാണ്, അത് രവിയുടെ ഒരു ഓണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസില് നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് നമ്മൾ ആഡ് ചെയ്യണം. ഇല്ല, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്, ഒരു പ്രൊനൗണിന്റെ പൊസിഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ പറയാണ് ആർ ടീച്ചർ, ഞങ്ങളുടെ ടീച്ചർ ആണ് എന്ന് പറയുമ്പോൾ എന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടത്തെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ആരാണ്? ആറല്ലേ. അവിടെ നമ്മൾ ഒരിക്കലും അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്യരുത്. ഇപ്പൊ പറയാണ് ശിവാസ് ടെമ്പിൾ, ശിവന്റെ ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിൽ ശിവന്റെ ആ ഒരു പൊസിഷൻ ആണ് അവിടെ കാണിക്കുന്നത് സബ്ജക്റ്റിന്റെ. അവിടെ എന്ത് ചെയ്യണം? ശിവ എഴുതിയിട്ട് അപ്പോസ്ട്രോഫി എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ എസ് സിഗ്നിഫൈ ചെയ്യുന്നത് ഉടമസ്ഥത അഥവാ ഓണർഷിപ്പിനെയാണ്. ഓക്കെ, അതും കൂടി ഓർത്തു വെച്ചോണേ, കുറെ പേര് വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്, ഓർത്തു വെച്ചോണേ. പിന്നെ നമ്മൾ പഠിച്ചു റിഫ്ലക്സീവ് പ്രൊനൗൺ. റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ പ്രതിബിംബത്തെ, അതായത് ഞാൻ തന്നെയാണ് ഇന്ന് ഡ്രസ്സ് ചെയ്തത്, അവൾ തന്നെ അവളെ മുറിപ്പെടുത്തി, അവൾ തന്നെ അവളെ എന്ന് പറയുമ്പോൾ അവളുടെ റിഫ്ലക്സീവ് ആയിട്ടല്ലേ അവളെ തന്നെ എന്ന വാക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. അതുപോലെ ഞാൻ തന്നെ ഡ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ, എൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു കേസിലാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിഫ്ലക്സീവ് പ്രൊനൗൺ സിംഗുലർ ആണെങ്കിൽ SELF എൻഡ് ചെയ്യുക. പ്ലൂറൽ ആസെൽസ് എന്തിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? SELVS എൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു യു ആണ് സബ്ജക്റ്റ്, നീ അല്ലെ, അല്ലെങ്കിൽ നിങ്ങളാണ് യു എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് മാറി തന്നെയാണ്, യു അഥവാ നീ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഒബ്ജക്റ്റ് ആയിട്ടും വരുന്നത്. ഇനി പൊസിഷൻ ആണെങ്കിലോ എങ്ങനെ വരും? യുവേഴ്സ് അല്ലെ, ഒന്നെങ്കിൽ യുവേഴ്സ് വരും, പ്ലൂറൽ ആണെങ്കിൽ യുവേഴ്സ്, സിംഗുലർ ആണെങ്കിൽ യുവർ. ഇനി റിഫ്ലക്സീവ് ആണെങ്കിൽ ഒന്നുമില്ല, അതിന് കൂടെ SELF ചേർത്താൽ മതി. പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ യുവർ പറയുന്നെങ്കിൽ യുവറിന്റെ കൂടെ SELVS ചേർക്കുക, സിംഗുലർ ആണെങ്കിൽ SELF ചേർക്കുക.
പിന്നെ നമ്മൾ പഠിച്ചു വി. വി എന്ന് വെച്ച ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അല്ലേ. ഒബ്ജക്റ്റ് ആരാണ്? അസ് ആണ്. പൊസഷൻ ആയിട്ട് വരുന്നത് ആർ, ഞങ്ങളുടെ ടീച്ചർ അല്ലേ. ആർ ആണ് നമ്മുടെ പൊസസീവ് കേസിൽ വരുന്നത്. റിഫ്ലെക്സീവ് എങ്ങനെയാണ്? വി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ, അപ്പൊ നമ്മുടെ റിഫ്ലെക്സീവ് എങ്ങനെ വരും? ourselves. കണ്ടോ, ഇവിടെ SELVS ആണ് ചേർത്തത്. അതുപോലെ ദേ, അവർ അല്ലെ, പ്ലൂറൽ അല്ലേ യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒബ്ജക്റ്റ് ദം വന്നു, പൊസിഷൻ there വന്നു, റിഫ്ലെക്സീവ് കണ്ടോ SELVS ആണ് നമ്മൾ അവിടെ ചേർത്തത്, കാരണം ദേ പ്ലൂറൽ ആയതുകൊണ്ട്. അടുത്തത് ഹി സബ്ജക്ട്, അവൻ ഒബ്ജക്ട്, ഹിം അവന് അല്ലെ, പൊസഷൻ ഹിസ് അങ്കിൾ അല്ലെ, അവന്റെ അങ്കിള്. റിഫ്ലെക്സീവ് ആണെങ്കിലോ ഹിംസെൽഫ്, അവൻ തന്നെയാണ് അത് ചെയ്തത്, ഹിംസെൽഫ്. അടുത്തത് ഷീ, അവള് ഒബ്ജക്റ്റ്, അവളെ തന്നെ അല്ലെ. പൊസസീവ് അവൾ, അവളെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഷീയുടെ പൊസഷൻ ആണ് കാണിക്കുന്നത്, ഹെർ അല്ലെ, ഹെർ കാറ്റ്, അവളുടെ പൂച്ച അല്ലെ. റിഫ്ലെക്സീവ് വരുമ്പോ ഇത്രയേ ഉള്ളൂ, അതിന്റെ കൂടെ SELF ചേർക്കുക, കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അവളെ തന്നെ മുറിപ്പെടുത്തി, അപ്പൊ അവളുടെ റിഫ്ലക്ഷൻ കാണിക്കാനാണ് ഹെർസെൽഫ് യൂസ് ചെയ്തത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ അറിയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ ഐ ആണ് പഠിച്ചത്. ഐ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ? ഐ എ ടീച്ചർ എന്ന് പറയാൻ പറ്റുമോ? ആ ടീച്ചർ, ഐ മാനും ഒന്നിനെ സിംഗുലർ സെൻസിലാണ് യൂസ് ചെയ്യണമെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഐ എ ടീച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിന്റെ എല്ലാം ഇടയ്ക്കൊരു സംഭവം ചേർക്കണ്ടേ, അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഐ ആം എ ടീച്ചർ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഐ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണല്ലേ. അപ്പം ഇതിന്റെ നടുക്കൊരു ആം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചേർക്കണം, എന്നാൽ മാത്രമേ ആ സെന്റൻസ് അർത്ഥവത്താകത്തുള്ളൂ, അഥവാ മീനിങ് ഫുൾ ആവത്തുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ റൂള് ശ്രദ്ധിച്ചോണം. ഹി, ഷീ, ഇറ്റ് ഇവ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് എസ് ഫോമിലായിരിക്കണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത് എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം വെർബ് 3 ഫോമിലുണ്ട്, V1, V2, V3 അല്ലെ. ഫസ്റ്റ് ഫോം അഥവാ റൂട്ട് ഫോം, ബേസ് ഫോം, അതായത് ആദ്യം വരുന്ന, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് അല്ലേ. ഇനി ഈ വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഈറ്റിന്റെ കൂടെ ഒന്നെങ്കിൽ എസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ വെർബിനെ സിംഗുലർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈറ്റിന്റെ സിംഗുലർ എന്താണ്? ഈറ്റ്സ് അല്ലേ. ഇനി ടീച്ച്, ടീച്ചിനെ എങ്ങനെയാ നമ്മൾ സിംഗുലർ ആക്കുക? അതിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ട് ടീച്ചേഴ്സ് അല്ലെ, ES ആഡ് ചെയ്ത് നമ്മൾ സിംഗുലർ ആക്കി ടീച്ചേഴ്സ്. ഇനി വാക്ക്, വെർബ് അല്ലേ, സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ എസ് ഓർ ES ആഡ് ചെയ്യുക, വാക്സ്. റീഡ്, റീഡ്സ്. സിറ്റ്, സിറ്റ്സ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത്, അതിന്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്തിട്ടാണ്. ഇനി വെർബ് ഫസ്റ്റ് ഫോമിലാണ് വരുന്നതെങ്കിൽ, എസ് ഓർ ES ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം വെർബ് പ്ലൂറൽ ആണ് എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? വെർബ് ഫസ്റ്റ് ഫോം ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്. വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES വരുന്നുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഹി, ഷീ, ഇറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഹി, ഷീ, ഇറ്റ്. ഇവയെല്ലാം സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരാളെയല്ലേ, അവൻ, അവൾ, അത് എന്നൊക്കെ പറയുന്ന ഒന്നാണല്ലേ. അപ്പം ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് എന്താവണം? സിംഗുലർ ആകണം. കാരണം ഇവ സിംഗുലർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകണം. അപ്പൊ നമ്മൾ വെർബിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? എസ് അല്ലെങ്കിൽ ES അവിടെ ആഡ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, സീന പ്ലേസ് ടെന്നീസ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? സീനയല്ലേ. സീന എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ സീന സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിനെ എന്താക്കണം? സിംഗുലർ ആക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം?
പ്ലേസ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സീന പ്ലേ ടെന്നീസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സീന എന്ന് പറയുന്നത് ഒരാളാണല്ലേ. അപ്പൊ പ്ലേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലേ മാത്രം ഞാൻ അവിടെ യൂസ് ചെയ്ത വെർബ് പ്ലൂറൽ ആവും അല്ലേ. ഇപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എനിക്ക് അവിടെ പ്ലേ യൂസ് ചെയ്യാം. സീന എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയത് കാരണമാണ് ഞാൻ സിംഗുലർ വെർബ് യൂസ് ചെയ്തത് പ്ലേസ്. മനസ്സിലായോ? ഇനി ഞാൻ പറയാണ് ദേ പ്ലേ ടെന്നീസ്. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക? അവർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഈ അവർ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു. ദേ ആണ് അവർ എന്ന് പറയുന്നത് അല്ലെ. ടെന്നീസും നമുക്കുണ്ട്. കളിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷില് പ്ലേ എന്നാണ് പറയുന്നത്. അപ്പം ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്താവണം? പ്ലൂറൽ ആവണം അല്ലെ. അപ്പൊ എന്ത് വരും? ദേ പ്ലേ ടെന്നീസ്. അടുത്തത്, അവൾക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പറയുക? അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഈ അവൾ എന്ന് പറയുന്നത് ഷീ ആണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. ഷീ എന്ന് പറഞ്ഞ അവളാണ്, ഒരാളാണ്. അപ്പൊ നമ്മുടെ വെർബ് എന്താവണം? സിംഗുലർ ആകണം. അപ്പം ഇഷ്ടത്തിന് നമ്മൾ എന്താ പറയാ? ലൈക്സ് എന്നാണ് നമ്മൾ ഇഷ്ടത്തിന് പറയുന്നത്. ലവ്സിനെക്കാളും നമ്മൾ ലൈക്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അപ്പം ഷീ ലൈക്സ് ഐസ്ക്രീം. ഷീ സിംഗുലർ ആയത് കാരണം എസ് നമ്മൾ അവിടെ ആഡ് ചെയ്തു. ലൈക്ക് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താവണം? പ്ലൂറൽ ആവും അല്ലെ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ മാത്രമാണ് അവിടെ ലൈക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഷീ സിംഗുലർ ആയത് കാരണം ഞാൻ ലൈക്സ് യൂസ് ചെയ്തു. അടുത്ത ഞാൻ പറയാണ് ഹി റൈറ്റ്സ് ലെറ്റർ. അവൻ കത്ത് എഴുതുകയാണ്. ഹി റൈറ്റ്സ് ലെറ്റേഴ്സ്. അവൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ആണ്. എഴുതുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? റൈറ്റ്. അപ്പം ഹി ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ വെർബ് എങ്ങനെയാണ് സിംഗുലർ ആക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്തിട്ട്. അപ്പം റൈറ്റ്സ് ലെറ്റർ. ഈസി അല്ലേ? അടുത്തത്, മിനി ടി വി കാണുകയാണ്. അവള് ടി വി ആണെങ്കിൽ മിനി ടി വി കാണുകയാണ്. എങ്ങനെ പറയും? മിനി ആണ് സബ്ജക്റ്റ്, ഒരാളെ ഉള്ളൂ. കാണുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാച്ച് എന്നാണ്. അപ്പൊ മിനി സിംഗുലർ ആയത് കാരണം വാച്ചസ് നമ്മൾ യൂസ് ചെയ്തു. വാച്ച് ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് എന്താവണം? പ്ലൂറൽ ആവണം. കാരണം വാച്ച് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പം മിനി വാച്ചസ് ടി വി. ഞങ്ങൾ പഠിക്കുകയാണ്. എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോണം കേട്ടോ. വി സ്റ്റഡി ഇംഗ്ലീഷ്. ഞങ്ങൾ പഠിക്കുകയാണ്. എങ്ങനെ പറയും? ഞങ്ങള് എന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ നമുക്ക് അവിടെ വി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ. അപ്പം വി എന്ന് പറഞ്ഞാൽ ഞങ്ങള്, പ്ലൂറൽ അല്ലേ. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ വെർബ് അവിടെ എന്താവണം? പ്ലൂറൽ ആവണം. വെർബിനെ എങ്ങനെ പ്ലൂറൽ ആക്കുന്നത്? ബേസ് ഫോം അഥവാ ഫസ്റ്റ് ഫോം ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആണെന്നാണ് അർത്ഥം വരുന്നത്. അവിടെ സ്റ്റഡി മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പൊ എസ് ഓർ എസ് വരെയാണെങ്കിൽ, സ്റ്റഡീസ് വരെയാണെങ്കിൽ വെർബ് ഏതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിംഗുലർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഹി സ്റ്റഡീസ് അല്ലെ. ഹി സിംഗുലർ ആയത് കാരണം സ്റ്റഡീസ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. ഇവിടെ വി പ്ലൂറൽ ആയത് കാരണം സ്റ്റഡി യൂസ് ചെയ്തു. അപ്പൊ മനസ്സിലാക്കേണ്ട ആദ്യത്തെ റൂളാണ് ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആകും. കാരണം ഹി ഷീ ഇറ്റ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ വെർബിനെ എന്താക്കുക? സിംഗുലർ ആക്കുക. വെർബിനെ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? എസ് ഓർ എസ് ആഡ് ചെയ്തിട്ടാണ്. അടുത്തത്, ഐ വി യു ദേ. ഐ വി യു ദേ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിലോ വെർബ് പ്ലൂറൽ ആവും. കാരണം ഐ എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് പറയുന്നതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഐനെ പ്ലൂറൽ ആയിട്ടാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. ഗ്രാമറില് ആരോ എഴുതി വെച്ച നിയമങ്ങളാണ് ഇതെല്ലാം. അവര് തന്നെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം, ചില സ്ഥലങ്ങൾ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാന്ന്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഞാൻ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. അപ്പം ഐ ശ്രദ്ധിച്ചോണേ. ഐ, വി, ഞങ്ങള്, നിങ്ങള് യൂസ് പ്ലൂറൽ ആണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. ദേ, അവര്, ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ. ഇവ പ്ലൂറൽ ആയിട്ട് വരികയാണെങ്കിൽ വെർബ് ഫസ്റ്റ് ഫോമിലായിരിക്കണം, ബേസ് വെർബ് ആയിരിക്കണം. അതായത് ഈറ്റ്, റീഡ്, പ്ലേ, സ്വിം ഫസ്റ്റ് ഫോം ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ് ഓർ എസ് വരും. ഈറ്റ്സ്, റീഡ്സ്,
സ്വിംസ്, വാക്സ്. ഇവിടെ മിനി വാച്ചസ് TV. മിനി എന്ന് പറയുന്നത് ഒരാളാണ് അല്ലെ. കാണുക എന്ന് പറയുന്നതിന് പകരം വാച്ച് ആണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ മിനി സിംഗുലർ ആയത് കാരണം വെർബിനെ സിംഗുലർ ആക്കണം, SORES ചേർത്തിട്ട്. വാച്ചസ് TV. ഇതാണ് നിങ്ങൾ അറിയേണ്ട ഫസ്റ്റ് റൂള്. ഈ ഫസ്റ്റ് റൂള് ക്ലിയർ ആണോ? മറക്കില്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇവ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബിനെ സിംഗുലർ ആക്കണം. ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത് എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്തിട്ടാണ്. I, we, you, they എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബിനെ പ്ലൂറൽ ആക്കണം. അതായത് വെർബ് ഫസ്റ്റ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ റൂട്ട് ഫോമിലായിരിക്കും. ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ പറയാനാണ്. ഓക്കെ, ലാസ്റ്റ് വൺ, വി സ്റ്റഡി ഇംഗ്ലീഷ്. വി സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? വി അല്ലെ. പഠിക്കുന്നതിന് ഇംഗ്ലീഷ് പറയുന്നത് സ്റ്റഡി എന്നാണ് അല്ലെ. ഇവിടെ വി പ്ലൂറൽ അല്ലേ, ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ. അപ്പൊ വെർബിനെ എന്താക്കണം? പ്ലൂറൽ ആക്കണം അല്ലെ. വെർബിനെ പ്ലൂറൽ ആക്കുന്നത് എന്താണ്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഫോം മാത്രം മതി. സ്റ്റഡി, പഠിക്കുകയാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇവിടെ ഹി ആണ് വരുന്നതെങ്കിൽ വെർബിനെ എന്താക്കണം? സ്റ്റഡീസ് ആക്കണം. ഓക്കെ, ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ ഫസ്റ്റ് ഫോം ആയിരിക്കും, അതിന്റെ കൂടെ SORES ചേർത്താൽ മതി. സെക്കൻഡ് വൺ ആണെങ്കിൽ ദേ പ്ലേ ടെന്നീസ്. അവർ ടെന്നീസ് കളിക്കുന്നു. അവർ എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് ദേ അല്ലെ. കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലേസ് ആണെങ്കിൽ വെർബ് സിംഗുലർ ആകും. പക്ഷെ ഇവിടെ അവരെ കുറിച്ചാണ് പറയുന്നത്, അതായത് സബ്ജക്ട് പ്ലൂറൽ ആണ്. അത് കാരണം അവിടെ ഒന്നും SORES ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ബേസ് ഫോമിൽ തന്നെ വെർബ് നിന്നാ മതി. ദേ പ്ലേ ടെന്നീസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ വെർബ് പ്ലസ് എസ്, I, we, you, theyയുടെ കൂടെ ബേസ് വെർബ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ റൂള് ഇമ്പോർട്ടന്റ് ആണ്. ഈസ്, ആം, ഓർ ആർ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ടീച്ചർ ആണെന്ന് പറഞ്ഞു, എനിക്ക് അയ്യ ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഞാൻ എന്ത് നടുക്ക് ചേർക്കണം? ആം യൂസ് ചെയ്യണം അല്ലെ. ഞാൻ ടീച്ചർ ആണ് എന്ന് പറയുമ്പോൾ I am a teacher എന്നാണ് പറയുന്നത്. അപ്പം ഈ ഈസ്, ആം, ആർ എന്നൊക്കെ പറയുന്നത് വർത്തമാന കാലത്ത് പ്രസന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ്, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെയാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. വർത്തമാന കാലം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ഭൂതകാലം. വരാനിരിക്കുന്ന കാര്യങ്ങളെ അഥവാ ഭാവി കാലത്തെ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയുന്നത്. ഇത്രയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ സാം ആർ എന്ന് പറഞ്ഞാൽ പ്രസന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മലയാളത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ഇവർ സ്റ്റുഡൻസ് ആണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ആണ് അഥവാ ആകുന്നു. ഇതാണ് ഈ സാം ആറിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്താണ് ഈ സാം ആറിന്റെ അർത്ഥം? എന്താണ്? ആണ് അഥവാ ആകുന്നു. മനസ്സിലായോ? ഞാൻ ടീച്ചർ ആണ്, ഇവരെ സ്റ്റുഡൻസ് ആണ്, അവൾ ഒരു ഡോക്ടർ ആണ്, അവൻ ടീച്ചർ ആണ്. ഈ ആണ് എന്ന് പറയാൻ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഈ സാമർ ആറ് യൂസ് ചെയ്യണം. പ്രസന്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്രിയ ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐ അഥവാ ഞാനാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട വെർബ് ഏതാണ്? ആം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. സ്ലൈഡ് ഓൾറെഡി തരുന്നുണ്ട്, അപ്പൊ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാ മതി. ഓക്കെ, അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ് അല്ലെ. എപ്പോഴും ശ്രദ്ധിക്കുക, ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് എപ്പോഴും ആം ആയിരിക്കും. ഐയുടെ കൂടെ ആം ആയിരിക്കും. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണ് അല്ലെ. ആണെന്ന് പറയാൻ ഞാൻ ഇവിടെ ആം യൂസ് ചെയ്തു അല്ലെ. ഐ ആം എ ടീച്ചർ. ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അവൻ, അവൾ, അത്. ഹി, ഷീ, ഇറ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ചേർക്കേണ്ടത് ഈസ് ആണ്. കാരണം ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഒന്നിനെയാണ് ഈസ് കാണിക്കുന്നത്. മനസ്സിലായോ? ഐയുടെ കൂടെ ആം ആണ് ചേർക്കേണ്ടത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക.
ഹി ഷീ ഇറ്റ് എന്ന് പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പം വെർബ് സിംഗുലർ ആകണം. ഈസ് ആണ് സിംഗുലർ ഓക്സിലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറയാണ് അവൻ ഒരു ടീച്ചറാണ്. എങ്ങനെ പറയും? അവനെന്ന് പറഞ്ഞാൽ ഹീ അല്ലേ? ഒരു ടീച്ചർ ആണ് എന്ന് പറയുമ്പോ ഹീ സബ്ജക്റ്റ് ആയിട്ട് വന്നത് കാരണം അതിന്റെ നടുക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈസ് യൂസ് ചെയ്യണം അല്ലെ? ഹീ ഈസ് എ ടീച്ചർ. ഇനി നിങ്ങൾക്ക് പറയണം അവളൊരു ഡോക്ടർ ആണ് എന്ന് പറയാൻ നിങ്ങൾ എങ്ങനെ പറയും? അവൾ എന്ന് പറഞ്ഞാൽ ഷീ. ഷീ സബ്ജക്റ്റ് ആയിട്ട് വന്നാലും നടുക്ക് യൂസ് ചെയ്യേണ്ടത് ഈസ് ആണ്. കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഷീ ഈസ് എ ഡോക്ടർ. ഇതൊരു പൂച്ചയാണ്. എങ്ങനെ പറയും? ഇതൊരു പൂച്ചയാണ്. ഇറ്റ് ഈസ് എ ക്യാറ്റ്. ആനിമല്, കാലാവസ്ഥ, ടൈം, ഡിസ്റ്റൻസ്, ലൈഫ്ലെസ് തിങ്സ്, ഇതിനെല്ലാം കാണിക്കാനാണ് ഇറ്റ് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലെ? ഇതൊരു പൂച്ചയാണെന്ന് എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇതൊരു പൂച്ചയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഹീ ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ചേർക്കേണ്ടത് എന്താണ്? ഈസ് ആണ്. അടുത്തത് യു വി ദേ. യു വി ദേ എന്ന് പറഞ്ഞ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. നിങ്ങള്, ഞങ്ങള്, അവര് എന്നൊക്കെ പറഞ്ഞ ഒന്നിലധികം ആൾക്കാരുണ്ടല്ലേ? അപ്പൊ ഇവര് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ നമ്മൾ അതിന്റെ കൂടെ ചേർക്കേണ്ടത് ആറാണ്. കാരണം എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പം യു ബി ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടെ ചേർക്കേണ്ട ആരെയാണ്? ആറിനെയാണ്. ഇനി ഒരാളെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രൊനൗൺസ് ആണ് പറയുന്നത്. ഇപ്പൊ ഷീലയെ കുറിച്ചാണ് പറയുന്നത്. ഷീല ഒരു വ്യക്തിയാണ്. ഷീലയെ കുറിച്ച് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. എന്നിരുന്നാലും ഷീലയുടെ കൂടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീല ഈസ് എ ടീച്ചർ. ഷീല ഒരു അധ്യാപികയാണ് അല്ലെ? ഷീല ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പൊ അവിടെ ചേർക്കേണ്ടത് ഏത് വെർബാണ്? ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരാളെ എടുക്കാണ്, ആനി. ആനി ഈസ് എ ടീച്ചർ. ആനി എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് ഈസ് ആണ്. പക്ഷെ ഞാൻ പറയാണ് ഷീല ആൻഡ് രാജു ആർ ടീച്ചേഴ്സ്. ഷീലയും രാജുവും അധ്യാപകരാണ് എന്ന് ഞാൻ പറയാണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഷീലയും രാജുവും ഇവിടെ രണ്ട് വ്യക്തികളാണ് ഉള്ളത്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ അല്ലേ? അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ഏതാണ്? ആറാണ്. ആമിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഐ വരുമ്പോ മാത്രമേ ആം അവിടെ യൂസ് ചെയ്യത്തുള്ളൂ. ഷീലയും രാജുവും രണ്ടുപേരാണ് ഉള്ളത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അവിടെ യൂസ് ചെയ്യേണ്ട ആരെയാണ്? ആറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ദേ ആണ് വരുന്നത്. അവർ ടീച്ചേഴ്സ് ആണ്. അവരെല്ലാം ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരെല്ലാം ഡോക്ടേഴ്സ് ആണ്, അവരെല്ലാം കർഷകരാണ്, കർഷക കുടുംബമാണ്. എങ്ങനെ പറയും? അവർ എന്ന് പറഞ്ഞ ദേ എന്നല്ലേ അർത്ഥം? ദേ ആർ ടീച്ചേഴ്സ്. ഒന്നിൽ കൂടുതൽ ഉണ്ട്, അവിടെ യൂസ് ചെയ്യേണ്ട ആരെയാണ്? ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ടാമത്തെ റൂൾ ഇത്രയേ ഉള്ളൂ. ഈ സാം ആർ എന്ന് പറഞ്ഞ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെയാണ്, പ്രസന്റ് ടെൻസിലാണ് ഈ സാം ആർ യൂസ് ചെയ്യുന്നത്. അർത്ഥം എന്താണ്? അവനൊരു കർഷകനാണ്, അവര് കർഷകരാണ്, അവൻ ഡോക്ടറാണ്, അവൾ ടീച്ചറാണ്. ആണ് അഥവാ ആകുന്നു എന്ന് പറയാനാണ് ഈ സാം ആർ യൂസ് ചെയ്യുന്നത്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടെ ആം യൂസ് ചെയ്യുക. ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഈസ് യൂസ് ചെയ്യുക. കാരണം ഹി ഷീ ഇറ്റ് സിംഗുലർ ആണ്. അപ്പൊ വെർബ് എന്താണ്? ഈസ് ആണ്. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് യു വി ദേ. യു വി ദേ എന്ന് പറഞ്ഞാൽ നിങ്ങള്, ഞങ്ങള്, അവര്, ഇവരെല്ലാം പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവര് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടെ ചേർക്കേണ്ട ആളാണ് ആര്? ആറെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വ്യക്തി മാത്രമാണെങ്കിൽ അവിടെ ഏത് വെർബാ ചേർക്കുക? ഈസ് ആണ് ചേർക്കേണ്ടത്. കാരണം ഈസ് സിംഗുലർ ആണ്. ഇനി രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആറാണ് യൂസ് ചെയ്യേണ്ടത്. യു വന്നാലും ആറ്, അവര് അഥവാ ദേ വന്നാലും ആറ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് റൂൾസും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? വേറെ കൺഫ്യൂഷൻ ഒന്നുമല്ലോ? ഐ വന്ന ആം, ഹി ഷീ ഇറ്റ് വന്ന ഈസ് സിംഗുലർ ആണ്. യു വി ദേ പ്ലൂറൽ ആയത് കാരണം ആറ് യൂസ് ചെയ്ത്. ഇത്രയും നമ്മൾ ഇവിടെ പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോവാലോ. ഓക്കെ, അടുത്തതൊന്ന് നോക്കിക്കേ. ഇതിന്റെ എക്സാമ്പിൾ ആണേ. അവൻ ഒരു നല്ല കുട്ടിയാണ്. നമ്മൾ മലയാളത്തിൽ പറയും
ആ അവൻ നല്ല കൊച്ചാണ്, അല്ലെങ്കിൽ അവൻ നല്ലൊരു കുട്ടിയാണ്. എങ്ങനെ ഇംഗ്ലീഷ് പറയും? അവൻ എന്ന് പറഞ്ഞാൽ ഹീ ആണല്ലേ. അപ്പൊ ഹീ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്ന കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് ഏതാണ്? നടുക്കൊരു വെർബ് യൂസ് ചെയ്യണം. ഈ സാം ആർ അല്ലെങ്കിൽ വാസോ വേറോ എന്തേലും വേണം. ഹീ വന്നത് കാരണം ഞാൻ അവിടെ അവനൊരു നല്ല കുട്ടിയാണെന്ന് ഞാൻ പ്രസന്റിലാണ് പറയുന്നത്, ഞാൻ ഇപ്പോ പറയുന്ന കാര്യമാണ് അല്ലെ. അപ്പം ഹീ ഇവിടെ വന്നത് കാരണം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ഈസ് യൂസ് ചെയ്തു. ഇനി ഒരു നല്ല കുട്ടിയാണ്, ആ ഗുഡ് ബോയ്. ഹി ഈസ് എ ഗുഡ് ബോയ്. അടുത്തത് ഞാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പറയും? ഞാനാണല്ലേ, ഐ. ഇനി ഐ വന്നത് കാരണം അവിടെ എന്ത് യൂസ് ചെയ്യണം? ആം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി പഠിപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചിങ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാണ് ടീച്ചിങ്. സോ ഐ ആം ടീച്ചിങ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ്, ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് വെർബ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ തൽക്കാലം ടെൻസ് ഒന്നും ഓർത്തിരിക്കണ്ട. ഞാൻ പഠിപ്പിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം ടീച്ചിങ്. ഇനി ഞാൻ പറയാണ് അവർ എൻ്റെ കൂട്ടുകാരാണ്. എങ്ങനെ പറയും? ഈ അവർ എന്ന് പറയുന്നത് ദേ ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ദേ സബ്ജക്റ്റ് ആയിട്ട് വന്ന കൂടെ ഒരാളും കൂടി വേണം. ദേ പ്ലൂറൽ അല്ലേ. അപ്പൊ ഈ സാം ആറിൽ ആരെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഗുഡ്, ആറാണ് യൂസ് ചെയ്യേണ്ടത്. എന്റെ കൂട്ടുകാരൻ എന്നല്ലേ പറയുന്നത്. എന്റെ എന്ന് പറയാൻ ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചു തന്നത്? മൈ അല്ലേ ഞാൻ പഠിപ്പിച്ചു തന്നത്. പൊസസീവ് അഥവാ ഓണർഷിപ്പ് അല്ലേ കാണിക്കുന്നത്. ദേ ആർ മൈ ഫ്രണ്ട്സ്. കൂട്ടുകാർക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. ഇനി ഞാൻ പറയാണ് ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. എങ്ങനെ പറയും? ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നു. എങ്ങനെ പറയും? ഞാനെന്ന് പറഞ്ഞ ഐ. അപ്പൊ ഐ വന്ന എപ്പോഴും ആം ആണെന്ന് നമുക്കറിയാം. ആം അവിടെ ചേർത്തു. പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഗോയിങ് ആണ് ചേർക്കേണ്ടത്. ഐ ആം ഗോയിങ്. മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഞാനൊരു ടീച്ചറാണ്. ഞാനെന്ന് പറഞ്ഞ ഐ. ഐ വന്ന കൂടെ എപ്പോഴും ആം ആണ്. ഒരു ടീച്ചർ ആണെന്ന് എങ്ങനെ പറയും? ആ ടീച്ചർ. ഞാൻ പറഞ്ഞു ഐയും ആനും സിംഗുലർ സെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. ടീച്ചർ എന്ന് പറയുന്നത് കൺസണന്റിൽ തുടങ്ങുന്നത് കാരണം യൂസ് ചെയ്തു. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഇനി പറയാണ് അദ്ദേഹം ഒരു ഡോക്ടർ ആണ്. എങ്ങനെ പറയും? അദ്ദേഹം ഒരു ഡോക്ടർ ആണെന്ന്. അദ്ദേഹം, അവൻ എന്നൊക്കെ പറയാൻ നമ്മൾ ഹീ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇന്നലെ പഠിച്ചു. ഹീ വന്നതുകൊണ്ട് നടുക്ക് ആരാ വരേണ്ടത്? ഈസാം ആറില് ഈസ് ആണ് വരേണ്ടത്. ഈസ് സിംഗുലർ ആണ്. ഒരു ഡോക്ടർ ആണെന്ന് എങ്ങനെ പറയും? ആ ഡോക്ടർ. ഹി ഈസ് ആ ഡോക്ടർ. അടുത്തത് അവളൊരു വീട്ടമ്മയാണ്. എങ്ങനെ പറയും? അവൾക്ക് പകരം ഷീ യൂസ് ചെയ്യുക. ഷീ വന്നതുകൊണ്ട് നടുക്ക് യൂസ് ചെയ്യേണ്ട ആളാരാണ്? ഈസ് ആണ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്യുക. ഈസ് സിംഗുലർ ആണ്. ഇനി ഒരു വീട്ടമ്മയ്ക്ക് നമ്മൾ എങ്ങനെ പറയാ? ആ ഹൗസ് വൈഫ്. ഷീ ഈസ് എ ഹൗസ് വൈഫ്. അടുത്തത് അവർ കർഷകരാണ്. അവർ കർഷകരാണ്. എങ്ങനെ പറയും? അവർ എന്ന് പറയുന്നതിന് പകരം ദേ യൂസ് ചെയ്യാം. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. ഇനി അവർ പ്ലൂറൽ അല്ലേ. അപ്പൊ ഈ സാം ആറില് പ്ലൂറൽ കാണിക്കുന്ന ആൾ ആരാണ്? ആറാണല്ലേ. അപ്പം ദേ ആർ ഫാമേഴ്സ്. ദേ ആർ ഫാമേഴ്സ്. ഓക്കെ. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഞങ്ങൾ എല്ലാവരും ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോ പറയാണ് ഞങ്ങളൊക്കെ ഇന്ത്യക്കാരാണ്. എങ്ങനെ പറയും? ഞങ്ങൾ, വി അല്ലെ. വി പ്ലൂറൽ അല്ലേ. പ്ലൂറൽ കാണിക്കുന്ന ആൾ ആരാണ്? ആറാണ്. വി ആർ ഇന്ത്യൻസ്. നീ ഒരു ചീത്ത കുട്ടിയാണ്. നമ്മൾ പറയത്തില്ലേ നീ ഒരു ചീത്ത കുട്ടിയാണെന്ന്? എങ്ങനെ ഇംഗ്ലീഷ് പറയാ? നീ എന്ന് പറഞ്ഞ യു അല്ലേ. നീയും നിങ്ങളും യു അല്ലേ. യു ആണ് ഇവിടെ സബ്ജക്റ്റ്. യു സബ്ജക്റ്റ് ആവുമ്പം യു പ്ലൂറൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ പ്ലൂറൽ ഓക്സിലറിയായ ആറ് യൂസ് ചെയ്യാ. ഒരു ചീത്ത കുട്ടി എന്നല്ല പറയാ, ആ ബാഡ് ബോയ്. യു ആർ എ ബാഡ് ബോയ്. അടുത്തത് അവർ ക്ഷീണിതരാണ്. ഇന്നലെ മുഴുവൻ വർക്ക് ചെയ്ത് അവർ ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ അവർ ക്ഷീണിതരാണ്. എങ്ങനെ പറയും? ദേ ആർ ടയേർഡ്. ദേ, അവർ, ദേ സബ്ജക്റ്റ് ആയി. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആറ് യൂസ് ചെയ്തു. ക്ഷീണം അല്ലെങ്കിൽ ക്ഷീണിതരാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് യൂസ് ചെയ്തു? ടയേർഡ് യൂസ് ചെയ്തു. ദേ ആർ ടയേർഡ്.
ഞങ്ങൾ ഇവിടെയാണ്. ഞങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോ നമ്മൾ പറയത്തില്ലേ ഞങ്ങൾ ഇവിടെയാണ്, ഇങ്ങോട്ട് പോരും, നമ്മൾ പറയത്തില്ലേ ഞങ്ങൾ ഇവിടെയാണെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഞങ്ങൾ, അല്ലേ? വി സബ്ജക്റ്റ് ആയിട്ട് വന്നു, വി പ്ലൂറൽ ആയത് കാരണം ഈ കൂട്ടത്തിൽ പ്ലൂറൽ ആയിട്ടുള്ള ആളെ നമ്മൾ എടുത്തു. ആരാണ് പ്ലൂറൽ കാണിക്കുന്ന ആള്? ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ ഹിയർ ആണ് യൂസ് ചെയ്യുന്നത്. there എന്ന് വെച്ചാ അവിടെ, ഹിയർ എന്ന് വെച്ചാ ഇവിടെ. മനസ്സിലായോ? വെക്കാബുലറി പഠിപ്പിക്കുന്നുണ്ട് ഹിയറും there ഒക്കെ. there എന്ന് വെച്ചാ അവിടെ, ഹിയർ എന്ന് വെച്ചാ ഇവിടെ. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. വി ആർ ഹിയർ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂളിൽ പഠിച്ചത്. അപ്പൊ ഈ സാം ഓർ ആറ് വരെയാണെങ്കിൽ ഏത് യൂസ് ചെയ്യാം? ഈസ് ആം ആർ ഈസ് ആം ആറ് ഏതിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഈസ് ആം ആറ് ഏതിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഐ ആമിന്റെ കൂടെ, പിന്നെ ഹി ഷീ ഇറ്റിന്റെ കൂടെ, ഹി ഷീ ഇറ്റിന്റെ കൂടെ ഈസ്, പിന്നെ വി യു ദേയുടെ കൂടെ ആറ്. വെരി ഗുഡ്. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ ഇപ്പൊ പഠിച്ചതില്? ഇല്ലല്ലോ. അപ്പൊ ആണ് അഥവാ ആകുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈസ് ആം ആർ യൂസ് ചെയ്യണം. ഇനി അടുത്ത റൂൾ ഒന്ന് നോക്കിക്കേ. വാസ് ഓർ വെയർ. വാസ് ഓർ വെയർ എന്ന് വെച്ചാൽ ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പാസ്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞു, വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്. വർത്തമാനകാലം ഇപ്പൊ നീ ഒരു ചീത്ത കുട്ടിയാണെന്നൊക്കെ നമ്മൾ അപ്പൊ പറയുന്നതാണ് അല്ലെ, അതൊക്കെ പ്രസന്റിലാണ് നമ്മൾ പറയുന്നത്. ഇനി കഴിഞ്ഞുപോയ ഒരു കാര്യം നമ്മൾ പറയത്തില്ലേ അവൻ നല്ലൊരു സിംഗർ ആയിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് വാസ് അല്ലെങ്കിൽ വേർ. വേർ അല്ല വേർ. ഓക്കെ, വാസ് ഓ വേർ യൂസ് ചെയ്യുന്നത് ആയിരുന്നു എന്ന് കാണിക്കാനാണ്. നേരത്തെ ആയിരുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഓക്കെ, ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ആളാണ് വാസ്. ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കാണിക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഹി ഷീ ഇറ്റ് സിംഗുലർ അല്ലേ? വാസും എന്താണ്? സിംഗുലർ ആണ്. ഇനി ഐ വി യു ദേ ആണ് വരുന്നതെങ്കിലോ? ഐ വി യു ദേ ഒക്കെ പ്ലൂറൽ ആണെന്ന് നമുക്കറിയാം അല്ലെ? നിങ്ങള്, അതുപോലെ അവര്, ഞങ്ങള് എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്ലൂറൽ ആണ്. അവിടെ യൂസ് ചെയ്യേണ്ട ആളാണ് വേർ. വേർ എന്ന് വെച്ചാൽ പ്ലൂറലിന്റെ കൂടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ പറയാണ് ഷീല അല്ലെങ്കിൽ സുധ, സാജു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരാളല്ലേ ഉള്ളൂ. അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വാസ് ആണ്. ഷീല നന്നായി പാടുമായിരുന്നു എന്ന് പറയാനാണെങ്കിൽ അവിടെ വാസ് ആണ്. പക്ഷെ ഷീലയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഷീല ആൻഡ് രാജു എന്ന് പറയുകയാണെങ്കിലോ? ഷീല ആൻഡ് രാജു were ഫ്രണ്ട്സ്. ഷീലയും രാജുവും കൂട്ടുകാരായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ കൂട്ടുകാരായിരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഷീലേനെയും രാജുവിനെയും കുറിച്ചല്ലേ പറയുന്നത്? രണ്ട് വ്യക്തികളില്ലേ? were ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ആയിരുന്നു എന്ന് കാണിക്കാനാണ് വാസ് ഓർ വേർ യൂസ് ചെയ്യുന്നത്. ആണ് എന്ന് കാണിക്കാനാണ് ഈസ് ആം ആർ യൂസ് ചെയ്യുന്നത്. ഹി ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇവ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാസ് സിംഗുലർ ആണ്. ഐ വി യു ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. വേർ പ്ലൂറൽ ആണ്. ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ വാസ് യൂസ് ചെയ്യാം. ഷീല അതായത് ഒന്നോ അതിലധികം വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വേറും യൂസ് ചെയ്യാം. ഓക്കെ, ഐനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഐനെ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതും കൂടി ഓർത്ത് വെച്ചോണം. ഇനി സിംഗുലർ ആണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യും, ചില സ്ഥലങ്ങളിൽ പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യും ഐനെ. പക്ഷെ പൊതുവെ റൂളായിട്ട് പറയുന്നത് ഐ പ്ലൂറൽ ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയാണ് അവൻ ഒരു ഗായകനായിരുന്നു. നമ്മൾ പറയത്തില്ലേ അവനൊരു ഗായകനായിരുന്നു. ആയിരുന്നു എന്നല്ലേ ഞാൻ പറയുന്നത്, ആണ് എന്നല്ലല്ലോ പറയുന്നത്. ആണെന്നാണ് പറയുന്നതെങ്കിൽ ഹി ഈസ് എ സിംഗർ എന്നാണ് ഞാൻ പറയേണ്ടത് അല്ലെ? ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവനെന്ന് പറഞ്ഞ ഹി അല്ലേ? ഹി വന്നത് കാരണം പാസ്റ്റിൽ ആരെ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആണെങ്കിൽ ആൾ ആരാണ് ഇവിടെ? വാസ് അല്ലേ? അപ്പം ഹി വാസ് എ സിംഗർ.
അല്ലെ? ഹി വാസ് എ സിംഗർ. ഒരു ഗായകനായിരുന്നു. ഹി വാസ് എ സിംഗർ. അടുത്തത്, അവർ ഗായകരായിരുന്നു. എങ്ങനെ പറയും? നേരത്തെ അവരായിരുന്ന കഥയാണ് പറയുന്നത്. അവരെന്ന് വെച്ചാ ദേ സബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോ ഇവിടെ ആരെ യൂസ് ചെയ്യേണ്ടത്? ആയിരുന്നു എന്ന് കാണിക്കാൻ were ആണ് അല്ലെ? were എന്ന് വെച്ചാൽ പ്ലൂറൽ ആണ്. സോ they were singers. രമ ഒരു ഗായികയായിരുന്നു. രമയെ കുറിച്ചാണ് പറയുന്നത്. രമ നേരത്തെ നന്നായിട്ട് പാടുമായിരുന്നു. രമ ഒരു ഗായികയായിരുന്നു. എങ്ങനെ പറയും? രമയാണ് നമ്മുടെ സബ്ജക്റ്റ്. രമ നേരത്തെ ആയിരുന്ന കഥയാണ് പറയുന്നത്. അപ്പൊ രമ സിംഗുലർ ആയത് കാരണം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ആൾ ആരാണ്? വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ഗായികയ്ക്ക് പകരം രമ വാസ് എ സിംഗർ. ഇനി ഞാൻ പറയാണ്, രമയും രാജുവും ഗായകരായിരുന്നു എന്ന് ഞാൻ എങ്ങനെ പറയും? ഓക്കെ, രമ ആൻഡ് രാജു were singers. ഓക്കെ, രമയും രാജുവും സിംഗേഴ്സ് ആയിരുന്നു. രമയുണ്ട്, രാജു ഉണ്ട്, രണ്ട് വ്യക്തികളില്ലേ? അപ്പൊ അവിടെ ഞാൻ ആരെ യൂസ് ചെയ്യേണ്ടത്? were ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആയിരുന്നു എന്ന് കാണിക്കാനാണ് was or were യൂസ് ചെയ്യുന്നത്. he, she, itന്റെ കൂടെ wasഉം I, we, you, they വന്ന വേറുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ? was or were റൂള് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. ഈസ് ആം ആർ എന്ന് പറഞ്ഞ ആണ്, വാസ് ഓർ വേർ എന്ന് പറഞ്ഞ ആയിരുന്നു അല്ലേ? അതിൽ ഹി ഷീ ഇറ്റ് ആണെങ്കിൽ വാസ്, കാരണം വാസ് സിംഗുലർ ആണ്. ഐ വി യു ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വേർ പ്ലൂറൽ ആണ്. ഇത്രേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്നെ ആരെയും കാണാത്തെ? എല്ലാരും വീഡിയോ ഓഫ് ആണല്ലോ. എവിടെ പോയി? അപ്പൊ എല്ലാരും ഉണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഒളിഞ്ഞിരുന്ന് ക്ലാസ് കേൾക്കണ്ട. ഇവിടെ തന്നെ ഉണ്ട്, എന്നിട്ട് കണ്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് കാണണ്ടേ? ഞാൻ മാത്രം ഇവിടെ സംസാരിച്ച നിങ്ങൾക്ക് ബോറടിക്കില്ലേ? എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. അവിടെ പഠിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണോ? ആൻസർ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, പഠിക്കുന്നു. ശരി. അപ്പൊ പഠിക്കുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കോ. ഞാൻ ഒന്ന് നോക്കട്ടെ, നിങ്ങൾ പഠിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന്. ഉറങ്ങുകയാണോ എന്ന് എനിക്ക് അറിയണ്ടേ? ശരി, അപ്പൊ നമുക്കിനി എടുക്കാം. പഠിച്ചാ മതി. ഓക്കെ, ഐ ആം സ്റ്റഡിങ്. ശരി ശരി. ഓക്കെ, അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ വാസ് ഓർ വേർ, ആണെന്ന് പറയാൻ ഈസ് ആം ആർ. ഇത്രയും ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ആസ്, ഹാസ്, ഹാവ്, ഹാഡ്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അവനൊരു പട്ടിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഉണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാസ്, ഹാവ്, ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹാസ്, ഹാവ്, ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു ഈസ് ആം ആർ എന്ന് പറഞ്ഞ ആണ് എന്നൊരു അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വാസ് ഓർ വേർ ആണ് യൂസ് ചെയ്യുന്നത്. ഉണ്ട് എന്ന് കാണിക്കാൻ, എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു പെറ്റ് ഉണ്ട്, എനിക്കൊരു നല്ല വീടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഉണ്ട് എന്ന് കാണിക്കാൻ ഹാസ്, ഹാവ്, ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് സിംഗുലർ ആരൊക്കെയാണ്? അവനും അവളും ഇതൊക്കെയാണ് സിംഗുലർ അല്ലെ? അപ്പം ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ചേർക്കേണ്ട ആളാണ് ഹാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാസ് എന്ന് പറയുന്ന വ്യക്തി സിംഗുലർ ആണ്. മനസ്സിലായോ? ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഹാസ് എന്ന് പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനി ഐ, വി, യു, ദേ, നിങ്ങള്, അവര്, ഞങ്ങള് എന്നൊക്കെ പറയുകയാണെങ്കിൽ
അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് എന്ന് വെച്ചാൽ പ്ലൂറലിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഉണ്ട് എന്ന് കാണിക്കാനാണ് ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യുന്നത്. ഐ വി യൂതയുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഓക്സിലറി ആണ്. ഹി ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ് എന്ന് പറയുന്ന വ്യക്തി സിംഗുലറിനെയാണ് കാണിക്കുന്നത്. ഇനി ഷീലയ്ക്ക് ഒരു കാർ ഉണ്ടെന്ന് എങ്ങനെ പറയും? ഷീല ഹാസ് എ കാർ അല്ലെ? ഷീലയ്ക്ക് ഒരു കാർ ഉണ്ട്. ഷീല എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ? അപ്പം ഈ ഒരു വ്യക്തിയെ കാണിക്കാൻ ഞാൻ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ ഹാസ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഷീല ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവിടെ ചേർത്തത് എന്താണ്? ഹാസ് ആണ് ഞാൻ അവിടെ ചേർത്തത്. ഇനി ഞാൻ പറയാണ് ഷീലയ്ക്കും രാജുവിനും നല്ലൊരു വീടുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഇവിടെ ഷീലയും രാജുവും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഉണ്ട് എന്ന് കാണിക്കാൻ ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഷീലയും രാജുവും രണ്ട് വ്യക്തികൾ ഉള്ളത് കാരണം ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഐ വി യൂതയുടെ കൂടെ ഹാവ്, ഹി ഷീ ഇറ്റിന്റെ കൂടെ ഹാസ്. ഓക്കെ, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാസ്, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാവ്. ഓക്കെ അല്ലെ? ഇനി ഒരാളും കൂടിയുണ്ട്. ഹാഡ്, ഉണ്ടായിരുന്നു. നമ്മൾ പറയത്തില്ലേ പാസ്റ്റില് കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ ഹാഡ് എ കാർ അല്ലെ? എനിക്ക്, ഞാൻ അല്ലെ? ഐ ഹാഡ് എ കാർ. ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഹാഡ് ആണ് പറയുന്നത്. എല്ലാവരെയും കൂടെ നമ്മൾ ഈ ഹാഡ് നമ്മൾ യൂസ് ചെയ്യും. ഇന്ന വ്യക്തി എന്നൊന്നുമില്ല. ഐന്റെ കൂടെ, ബിയുടെ കൂടെ, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാഡ് യൂസ് ചെയ്യും. ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിലും ഹാഡ് തന്നെ യൂസ് ചെയ്യും. പ്ലൂറൽ ആണെങ്കിലും ഹാഡ് തന്നെ യൂസ് ചെയ്യും. ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറയാണ് അവന് നല്ലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഹി ഹാഡ് എ ബൈക്ക് അല്ലെ? അവനൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ബൈക്ക്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് എന്ത് പറയുന്നത്? ഹാഡ് പറയുന്നത്. ഇനി നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. വില്ലും ഷാലും ഇവിടെ യൂസ് ചെയ്യില്ല. വില്ലും ഷാലും നമ്മൾ ഫ്യൂച്ചറിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങളെ കാണിക്കാനാണ് വില്ലും ഷാലും യൂസ് ചെയ്യുന്നത്. ആയിരുന്നു എന്ന് പറയാൻ ഹാഡ് മാത്രം യൂസ് ചെയ്താൽ മതി. വാസും വേറും യൂസ് ചെയ്യില്ല. വാസും വേറും യൂസ് ചെയ്യുന്നത് എപ്പോഴത്തെ കേസിലാണ്? വാസും വേറും എപ്പോഴാ യൂസ് ചെയ്യുന്നത്? ആയിരുന്നു എന്ന് പറയാനാണ് വാസും വേറും യൂസ് ചെയ്യുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. മറക്കല്ലേ, ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ വർ എ ടീച്ചർ അല്ലെ? ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറഞ്ഞേ. ഐ ഹാവ് എ കാർ. യെസ്, I had a smart watch. Okay. Ramu had a house. Yes. I had a Nokia mobile. Okay. I had a puppy. Achu had a good person. I had a Alto car. Yes. I had a husband. എനിക്ക് ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്? ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നല്ലേ പറയാ? ഓക്കെ, ഐ ഹാഡ് എ ഹസ്ബൻഡ്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഹാഡ് യൂസ് ചെയ്യാം. ഐ ഹാഡ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് ആണ്. ഐ ഹാഡ് എ ഗുഡ് ടീച്ചർ. എനിക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പ്രിയ ഹാഡ് എ വാച്ച്. പ്രിയക്ക് നല്ല വാച്ച് ഉണ്ടായിരുന്നു. ഗുഡ്. ഐ ഹാഡ് എ ക്ലാസിക് നോവൽ. യെസ്. ഐ ഹാഡ് എ ഗോൾഡ് ബ്രേസ്ലെറ്റ്. യെസ്, കറക്റ്റ് ആണ്. മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലിഫന്റ്. യെസ്, എന്റെ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായിരുന്നു. കറക്റ്റ് ആണ്. ഷീ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ഹാഡ് എ ഫ്ലവേഴ്സ്. ഐ ഹാഡ് ആൻ ഓട്ടോറിക്ഷ. വവ്വലാണ്, ആനാണ്. ഇതുപോലത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓട്ടോറിക്ഷ, ആൻ. ഐ ഹാഡ് ആൻ ഓട്ടോറിക്ഷ. ദേ ഹാഡ് ആൻ അപ്പാർട്ട്മെന്റ്. ഗുഡ്, അവർക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലാപ്ടോപ്പ്. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ആൻ എലിഫന്റ്. ഈ വവ്വലല്ലേ, ആനാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാഡ് ആൻ എലിഫന്റ്. ഓക്കെ. ഐ ഹാഡ് ആൻ അംബ്രല്ല അല്ലെ? അംബ്രല്ല. വി ഹാഡ്
വി ഹാഡ് ആൻ ഇംഗ്ലീഷ് ക്ലബ്. ഈ വവ്വൽ അല്ലേ, അപ്പം ആ അല്ല ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ വവ്വലും കൺസണന്റ് ഞാൻ പഠിപ്പിച്ചത്. എങ്ങനെ പറയും? ഐ ഹാഡ് ആൻ ഇംഗ്ലീഷ് ക്ലബ്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? സംസാരിച്ചു നോക്കിക്കേ. ഐ ഹാഡ് എ ഡാൻസ് ക്ലാസ്. യെസ്, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് അംബ്രല്ല. ശ്രീദേവിക ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണെങ്കിൽ ഇപ്പൊ ഉള്ള കാര്യമാണ്, ആണെന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ടൈലറിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ടൈലറിംഗ് ക്ലാസ്. സോജ ഹാഡ് എ പെറ്റ്. സോജയ്ക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു. യെസ്റ്റർഡേ ഐ ഹാഡ് ആൻ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നലെ എനിക്കൊരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ മ്യൂസിക് ബാൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൈ മോം ഹാഡ് എ ഗോൾഡ് റിംഗ്. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ട് എന്ന് കാണിക്കാൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കേ, എനിക്കൊരു കാർ ഉണ്ട്. എങ്ങനെ പറയും? എനിക്കൊരു കാർ ഉണ്ടെന്ന്. ഐ ആണല്ലേ, ഞാൻ. ഐ പ്ലൂറൽ അല്ലേ, ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഹാസ് ഓർ ഹാവ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. ഐ വന്നത് കാരണം അവിടെ ആരാണ് വരേണ്ടത്? ഹാവ് ആണ് വരേണ്ടത്. ഒരു കാർ, എ കാർ. ഐ ഹാവ് എ കാർ. അടുത്തത്, അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ പറയത്തില്ല അവള് ബിസിയാണ്, അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അവളെന്ന് പറഞ്ഞ ഷീ. ഉണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട് അല്ലേ, പ്രസന്റ് ആണ്. അപ്പം ഷീ സിംഗുലർ ആയത് കാരണം ഹാസ് ഓർ ഹാവിൽ ആരാ വരേണ്ടത്? ഹാസ് ആണ് വരേണ്ടത്. ഹാസ് സിംഗുലർ ആണ്. ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ആ മീറ്റിംഗ്. അടുത്തത്, അവർക്കൊരു പട്ടിയുണ്ട്. എങ്ങനെ പറയും? ഇത് നോക്കണ്ട, സ്ലൈഡ് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്ലൈഡേ നോക്കണ്ട, താന് നിങ്ങൾ സംസാരിച്ചേ. അവർക്കൊരു പട്ടിയുണ്ട്. എങ്ങനെ പറയും? അവർക്കൊരു പട്ടിയുണ്ട്, അത് ഭയങ്കര ശല്യമാണ്. നമ്മൾ പറയത്തില്ല, എങ്ങനെ പറയും? പട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. ദേ ഹാവ് എ ഡോഗ്. ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ദേ, അവരെ കാണിക്കാനാണ് ഞാൻ ദേ യൂസ് ചെയ്തത്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ ഹാവ് യൂസ് ചെയ്തു. ഒരു പട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ദേ ഹാവ് എ ഡോഗ്. ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമ കണ്ടിട്ടുണ്ടോ? ജയറാമിന്റെ. അതില് ഈ ഒരു സീനുണ്ട്. അതായത് എന്റെ അച്ഛന് ഒരു പട്ടി ഉണ്ടെന്ന് എങ്ങനെയാ പറയാ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്നുണ്ടല്ലേ. എങ്ങനെയാ പറയാ? എന്റെ അച്ഛൻ ഒരു പട്ടി ഉണ്ടെന്ന്. അതിൽ പറയുന്നത് മൈ ഫാദർ ഈസ് എ ഡോഗ് എന്നാണ് ആ സിനിമയിൽ പറയുന്നത്. പക്ഷെ എങ്ങനെയാ പറയാ ശരിക്കും? എന്റെ അച്ഛൻ ഒരു പട്ടി ഉണ്ട്. മൈ ഫാദർ, എന്റെ അച്ഛന്. ഹാസ്, ഉണ്ട് എന്ന് പറയാൻ ഹാസ്, കാരണം അച്ഛൻ എന്ന് പറയുന്ന സിംഗുലർ ആണ്. മൈ ഫാദർ ഹാസ് എ ഡോഗ്. മനസ്സിലായോ? ഈസ് എന്ന് പറഞ്ഞാൽ മൈ ഫാദർ ഈസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് പറയുന്നത്. ഉണ്ട് എന്ന് പറയാൻ ഹാസ് ഓർ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. മൈ ഫാദർ ഹാസ് എ ഡോഗ്. അടുത്തത്, അവനൊരു ചായക്കട ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സ്ക്രീനിൽ നോക്കണ്ട, താനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അവനൊരു ചായക്കട ഉണ്ടായിരുന്നു. നോക്കാതെ പറയണേ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഹി ഹാഡ് എ ടീ ഷോപ്പ്. അല്ലെ, അവനെന്ന് പറഞ്ഞ ഹീ ആണ്. ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്ന കഥയാണ്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ആരാ ഇവിടെ വരേണ്ടത്? ഹാഡ് ആണ് വരേണ്ടത് അല്ലെ. ഹി ഹാഡ് ആ ടീ ഷോപ്പ്. ഒരു ചായക്കട, ആ ടീ ഷോപ്പ്. ഹി ഹാഡ് ആ ടീ ഷോപ്പ്. അടുത്തത്, അവൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ. ആരും സ്ക്രീനിൽ നോക്കി പറയല്ലേ, നിങ്ങളെ കൊണ്ട് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്വയം പറഞ്ഞേ. അവനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയണം, അവനില്ലടാ അവനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഹി ഹാഡ് എ മീറ്റിംഗ് അല്ലെ. ഹി ഷീ ഇറ്റ് എല്ലാരെയും കൂടെ ഹാഡ് പോകുന്നു ഞാൻ പറഞ്ഞു. അവന് എന്ന് പറയാൻ ഞാൻ ഹി യൂസ് ചെയ്തു. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് യൂസ് ചെയ്തു. ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ്. ഹി ഹാഡ് എ മീറ്റിംഗ്. ഗുഡ്, എല്ലാരും കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി എന്റെ അച്ഛന് ഒരു പട്ടി ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഞങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ അച്ഛന് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പട്ടി ഉണ്ടായിരുന്നു. നമ്മൾ പറയത്തില്ലേ കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ? യെസ്, എന്റെ അച്ഛന്, മൈ ഫാദർ
ഹാഡ് എ ഡോഗ്, ഉണ്ടായിരുന്നു, ഒരു പട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൈ ഫാദർ ഹാഡ് എ ഡോഗ്. ഇനി അവർക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? അവർക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. They had a party yesterday. Yes, they had a party yesterday. എന്തുകൊണ്ട് ഇവിടെ they had a party yesterday വന്നത്? അവര് എന്ന് പറയാൻ they ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് യൂസ് ചെയ്തു. ഒരു പാർട്ടി എന്ന് പറയാൻ ആ പാർട്ടി യൂസ് ചെയ്തു. ഇന്നലേക്ക് പകരം ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്തു? യെസ്റ്റർഡേ യൂസ് ചെയ്തു. They had a party yesterday. അവർക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പറയാണ് നെഗറ്റീവ് സെൻസില് ഉണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് അല്ലെ. ഈ ഉണ്ടിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇല്ല അല്ലെ. ഉണ്ട്, ഇല്ല. ഉണ്ടായിരുന്നു എങ്ങനെ പറയും? ഉണ്ടായിരുന്നില്ല. നെഗറ്റീവ് ആണേ. ഇനി ഉണ്ട് എങ്ങനെ പറയും? ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. നെഗറ്റീവ് സെൻസിലാണ് പറയുന്നതെങ്കിൽ ഡോണ്ട് ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓർത്ത് വെച്ചോണേ. ഉണ്ട് എന്ന് പറയാൻ ഹാവ് യൂസ് ചെയ്യുക. ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓർത്ത് വെച്ചോണം. എനിക്കുണ്ട് എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്യണം? ഹാവ് യൂസ് ചെയ്യണം. ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാർ ഇല്ല. എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു ബൈക്ക് ഇല്ല. എങ്ങനെ പറയും? എങ്ങനെ പറയും? എനിക്കൊരു ബൈക്ക് ഇല്ല. എങ്ങനെ പറയും? ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക് അല്ലെ. എനിക്കൊരു ബൈക്ക് ഉണ്ട് എന്നെങ്ങനെ പറയും? എനിക്കൊരു ബൈക്ക് ഉണ്ട്. എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞേ. എനിക്കൊരു ബൈക്ക് ഉണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഐ ഹാവ് എ ബൈക്ക്. മനസ്സിലായല്ലോ? ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് ഇല്ല. ഇനി ഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. എന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു. മൈ ഫാദർ ഹാഡ് എ ഡോഗ് അല്ലെ. ഇനി ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയും? ഡിഡിൻ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. ഓർത്ത് വെച്ചോണേ. ഡിഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിഡിൻ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ഓർ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഉണ്ട് ഹാവിന്റെ ഹാവ് ആണെങ്കിൽ അവിടെ ഡോണ്ട് ഹാവ് യൂസ് ചെയ്യുക. ഇനി ഹാസ് ആണെങ്കിൽ ഡസൻ ഹാവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഡൂം ഡസൻ ഞാൻ ഇപ്പൊ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ഇത്രയും കേൾക്കുക. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഇല്ല. ഹാവ് ആണ് വരുന്നതെങ്കിൽ ഡോണ്ട് ഹാവ്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡസൻ ഹാവ്. ഇപ്പൊ ഹീ ഷീ ഇറ്റൊക്കെയാണ് വരുന്നെങ്കിൽ ഡസന്റ് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ ആണെങ്കിൽ ഡോണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ്, ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ പറയാണ് എനിക്ക് പണമില്ല. ഇപ്പൊ പറയണേ എനിക്ക് പണമില്ല. എന്താ പറയാ? ഐ ഡോണ്ട് ഹാവ് മണി. എനിക്ക് പണം ഇല്ല. ഇല്ല എന്ന് പറയാൻ ഡോണ്ട് ഹാവ്. ഇവിടെ ഐ അല്ലേ വന്നിരിക്കുന്നത്? ഐ സബ്ജക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇല്ല എന്ന് കാണിക്കാൻ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇല്ല, എനിക്കില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് മണി. അവൾക്ക് പണമില്ല. എങ്ങനെ പറയും? അവൾക്ക് പണമില്ല. അവൾക്ക് പണമില്ല. ഷീസ് പുവർ. എങ്ങനെ പറയും? ഷീ ഡസൻ ഹാവ് മണി. ഇല്ല എന്ന് പറയാൻ ഹാസ് ഓർ ഹാവ് ആണ് അല്ലെ. ഇവിടെ ഷീ വന്നത് കാരണം ഡസൻ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഡസൻ ഹാവ് മണി. അടുത്തത്, അവന് പണം ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയും? നോക്കല്ലേ, നോക്കാതെ പറയണേ.
അവന് പണം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയത്തില്ലേ? എങ്ങനെ പറയും? ഹി ഡിഡിന്റ് ഹാവ് മണി. എന്തുകൊണ്ടാ ഇവിടെ ഡിഡിന്റ് ഹാവ് യൂസ് ചെയ്തത്? ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറയുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യും. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിന്റ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവന് പണം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണ്ട് എന്ന് പറയാൻ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുക. ഹാവ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് സെൻസില് ഡോണ്ട് ഹാവ് യൂസ് ചെയ്യുക. ഹാസ് ആണ് ഹി ഷി ഇറ്റിന്റെ ഒക്കെ കൂടെ ഇല്ല എന്ന് കാണിക്കാൻ ഡസൻ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഡിഡിൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡിൻ ഹാവ്. ഓക്കെ, യെസ്, ഹി ഡിഡിൻ ഹാഡ് മണി. ഹി ഡിഡിൻ ഹാഡ് മണി എന്ന് നമ്മൾ പറയോ? എങ്ങനെ പറയാ? അവന് പൈസ ഇല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? അവന് പൈസ ഇല്ല എങ്ങനെ പറയും? അവന് പൈസ ഇല്ല, അല്ലെങ്കിൽ അവന് പണമില്ല. അവന് പണം ഇല്ല. യെസ്, ഗുഡ്. ഹി ഡസന്റ് ഹാവ് മണി. ഹി ഡസന്റ് ഹാവ് മണി. ഓക്കെ, അപ്പം ഹാസും ഹാവും ഹാഡും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ബോറടിച്ചോ? പേടിക്കേണ്ട. ഇനി ഡൂം ഡസൻ ഡിഡും കൂടെ ഉള്ളു. അത് കഴിഞ്ഞ് നിങ്ങളെ വിട്ടേക്കാം. ഡൂം ഡസൻ ഡിഡും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ തീരും. ഓക്കെ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ഇന്ന് ഓൾറെഡി പറഞ്ഞതാണ്. എനിക്ക് പണമില്ല. ഐ ഡോണ്ട് ഹാവ് മണി. അവൾക്ക് പണമില്ല എന്ന് എങ്ങനെ പറയും? ഷി ഡസൻ ഹാവ് മണി. അവന് പണം ഉണ്ടായിരുന്നില്ല. ഹി ഡിഡൻ ഹാവ് മണി. ഓക്കെ, അടുത്തത് ഡു ഡസ് ഡിഡ്. ഡു ഡസ് ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഡു ഡസ് ഡിഡ് എന്താണ് അർത്ഥം വരുന്നത്? ചെയ്യുക. ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൂവും ഡസും ഡിഡും യൂസ് ചെയ്യുന്നത്. ചെയ്യുക എന്ന അർത്ഥത്തില് ഡൂവും ഡസും ഡിഡും അർത്ഥം എന്താണ്? ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൂവും ഡസും ഡിഡും യൂസ് ചെയ്യുന്നത്. വേറെ ഒരു കോംപ്ലിക്കേഷനും വേണ്ട. ഇത്രയേ ഉള്ളൂ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി ഷി ഇറ്റിന്റെ കൂടെ ഡസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹി ഷി ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു, ഒരു വെർബിനെ നമ്മൾ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാണ്? എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഹി ഷി ഇറ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഡു ഡസ് ഡിഡ്. കാരണം ഞാൻ രജിസ്ട്രേഷനിലും കുറെ മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഡു ഡസ് ഡിഡ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോഴൊക്കെ ഡൂം ഡസ് ഡിഡും ഒക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നവരാണ്. ചെയ്യുക എന്ന് പറയുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കുക. ഹി ഷി ഇറ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത് എസ് ഓർ ഇ എസ് ചേർത്തിട്ടാണ്. അപ്പൊ ഡസ് യൂസ് ചെയ്യുക. ഇനി ഐ വി യു ദേ ആണ്. പ്ലൂറൽ ആണെങ്കിൽ ഡു മാത്രം മതി. കാരണം ഞാൻ പറഞ്ഞു, ഒരു വെർബ് പ്ലൂറൽ ആണെങ്കിൽ ഫസ്റ്റ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. ഐ വി യു ദേ സബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡു യൂസ് ചെയ്യുക. ഹി ഷി ഇറ്റ് ആണെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. ഇനി ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിലും ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഷീല, രാജു, സാജു, ശരണ്യ, ജൂഡി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ ആയിട്ടാണ് ഡസ് യൂസ് ചെയ്യുന്നത്. രണ്ടോ അതിലധികം ആൾക്കാരെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഡു നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. പാസ്റ്റിലാണ് ഡിഡ് യൂസ് ചെയ്യുന്നത്. ഹാഡ് ഉണ്ടായിരുന്നു, ഡിഡ് ചെയ്തിരുന്നു. ഓക്കെ, ഡു ഡസ് ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഒരു കാര്യം ചെയ്യുക. അതിൽ ഹി ഷി ഇറ്റ് വരെയാണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മറന്നു പോവല്ലേ? കുറെ എറേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡസ് എന്ന് പറഞ്ഞാൽ ഹി ഷി ഇറ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഐ വി യു ദേ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ ഡു ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ പറയാണ്, ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നു. എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞേ. ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നു. യെസ്, ഹി ഡസ് എ വർക്ക് കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. ഇതെങ്ങനെ പറയാ?
ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നു. ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്ത കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഏത് സബ്ജക്റ്റിനെയും കൂടെയും ഡിഡ്, ചെയ്തിരുന്നു എന്ന് പറയാൻ. ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഓക്കെ, മൈ ഹോംവർക്ക് ആണ്, ഐ ഡിഡ് ഹോംവർക്ക് അല്ല. ഐ ഡിഡ് മൈ ഹോംവർക്ക് അല്ലെങ്കിൽ ഐ ഡിഡ് ഹോംവർക്ക്, രണ്ട് രീതിയിലും പറയാം. മൈ ഹോംവർക്ക് എന്നും പറയാം, ഐ ഡിഡ് ഹോംവർക്ക് എന്നും പറയാം. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു. എങ്ങനെ പറയും? ചെയ്തിരുന്നു. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു. ചെയ്തിരുന്നു. ഐ ഡിഡ് മൈ ഡ്യൂട്ടി. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു. ഐ ഡിഡ് മൈ ഡ്യൂട്ടി. അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും? അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്തിരുന്നു. യെസ്, അവനെന്ന് പറഞ്ഞ ഹി ആണ് അല്ലെ? അവന്റെ എന്ന് പറഞ്ഞ ഹിസ് ആണ്. ചെയ്തിരുന്നു എന്ന് പറയാൻ ഡിഡ് യൂസ് ചെയ്യാ. ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി. വെരി ഗുഡ്, ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി. അടുത്തത്, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ എന്ത് പറയും? നീ എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ജോലി ചെയ്യാണ് അല്ലെ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. എങ്ങനെ ഇംഗ്ലീഷ് പറയും? എങ്ങനെ പറയും? ഐ ഡു മൈ ഡ്യൂട്ടി അല്ലെ? ചെയ്യുന്നു എന്ന് പറയാൻ ഡൂവും ഡസും ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഐയുടെ കൂടെ പ്ലൂറല് വരെയാണെങ്കിൽ ഡു ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഐ ഡു മൈ ഡ്യൂട്ടി അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് ഡ്യൂട്ടി. ഐ ആം ഡൂയിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. ഐ ആം ഡൂയിങ് ഡ്യൂട്ടി പറയാൻ പറ്റില്ല. ഓക്കെ, ഐ ആം ഡൂയിങ് ഡ്യൂട്ടി നമ്മൾ പ്രസന്റിലാണ് പറയുന്നത്. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് പറയാൻ ഐ ഡു മൈ ഡ്യൂട്ടി ആണ് പറയുന്നത്. ഓക്കെ, ഐയുടെ കൂടെ ആം പ്രസന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആണ് എന്ന് പറയാനാണ് ഈസ് ആം ആർ യൂസ് ചെയ്യുന്നത്. ഇനി ഡൂന്റെ ഓപ്പോസിറ്റ് ആണ് ഡോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡൂന്റെ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഡൂന്റെ ഓപ്പോസിറ്റ് ആണ് ഡോണ്ട്. ഡസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡസിന്റ് എന്ന് പറയുന്നത്. ഡോണ്ട് എന്ന് വെച്ചാൽ അരുത്, അരുത്, ചെയ്യരുത്, അരുത് എന്നൊരു അർത്ഥത്തിലാണ് ഡോണ്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡൂന്റേത് ഡോണ്ട്, ഡസിന്റേത് ഡസിന്റ്. നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. എങ്ങനെ പറയും? ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. ആവശ്യമില്ല എങ്ങനെ പറയും? ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഞങ്ങൾക്ക്. വി ആണ് വരുന്നതെങ്കിൽ അവിടെ ഡു ആണോ ഡസ് ആണോ യൂസ് ചെയ്യേണ്ടത്? എന്താ യൂസ് ചെയ്യാ? ഡു ആണോ ഡസ് ആണോ? ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. വേണ്ട എന്ന് പറയാൻ വി ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അടുത്തത്, അവന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. എങ്ങനെ പറയും? എങ്ങനെ പറയും? അവന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. യെസ്, അവന് എന്ന് പറയാൻ ഹി യൂസ് ചെയ്യാം. ഹി സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഡു ആണോ ഡസ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഏതാ യൂസ് ചെയ്യാ? ഗുഡ്. ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അപ്പൊ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? വേണ്ട എന്ന് പറയുകയാണ്. സോ ഹി ഡസൻ വാണ്ട് യുവർ ഹെൽപ്പ്. മനസ്സിലായോ? ഹി ഡസൻ വാണ്ട് യുവർ ഹെൽപ്പ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡൂന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഡോണ്ട്, ഡസിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡസൻ. വേണ്ട, അരുത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഡോണ്ടും ഡസിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഡു ഡസ് ഡിഡ് ചെയ്യുന്നു എന്ന് പറയാനാണ് ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുന്നത്. ഡു യൂസ് ചെയ്യുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. മാറിപ്പോവല്ലേ? ഐ വി യു ദേ വരുമ്പോഴാണ് ഡു യൂസ് ചെയ്യുന്നത്. സിംഗുലർ വരെയാണെങ്കിൽ ഹി ഷി ഇറ്റ് വരെയാണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ചെയ്തിരുന്നു എന്ന് പറയാൻ ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്? ഈസ് ആം ആർ ഒരു വെർബിനെ എങ്ങനെയാണ് സിംഗുലർ ആക്കുന്നത്, പ്ലൂറൽ ആക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഈസ് ആം ആർ എന്ന് പറഞ്ഞ ആണ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഹി ഷി ഇറ്റിന്റെ കൂടെ ഈസ്, ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആം, പ്ലൂറൽ വരികയാണെങ്കിൽ ആറ്. പിന്നെ നമ്മൾ പഠിച്ചത് വാസും വേറുമാണ് അല്ലെ? ആയിരുന്നു എന്ന് പറയാനാണ് വാസും വേറും യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷി ഇറ്റ് ആണെങ്കിൽ വാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ യൂസ് ചെയ്യാം. പിന്നെ പഠിച്ചത് ഹാസും ഹാവും ഹാഡുമാണ്. ഉണ്ട് എന്ന് കാണിക്കാനാണ് ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യുന്നത്. ഇതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷി ഇറ്റ് ആണെങ്കിൽ അവിടെ വരേണ്ടത് ഹാസ്,
I, we, you, they ആണ് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടതെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചു നെഗറ്റീവ്സ് പഠിച്ചു, അതിന്റെ എല്ലാം ഡു, ഡസ്, ഡിഡും പഠിച്ചു. ഡു എന്ന് പറഞ്ഞാൽ പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. I, we, you, theyയുടെ കൂടെ ഡു യൂസ് ചെയ്യുക. സിംഗുലർ ആവുന്നത് എസ് ഓർ ഇ എസ് ചേർക്കുമ്പോഴാണ്. അപ്പം ഹീയും ഷീയും ഇറ്റും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡസ് ആണ് ചേർക്കേണ്ടത്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഡൂന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഡോണ്ട് ആണ്. ഡസിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഡസിന്റ് ആണ്. വേണ്ട, ചെയ്യരുത് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഡോണ്ടും ഡസിന്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ബോറടിച്ചോ? മനസ്സിലായോ? അപ്പൊ ഇന്നലെ നമ്മൾ കുറെ സബ്ജക്ട് പറയാൻ പഠിച്ചു. ഐ ആണ്, ഐ ആരാണ്, യു ആരാണ്, വി ആരാണ്. ഇതിന്റെ എല്ലാം കൂടെ പൂർണ്ണമായ അർത്ഥം കിട്ടാൻ നമ്മൾ ഈ സാം ആർ, ഡു, ഡസ്, ഡിഡ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? മതിയായി, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇത് വിട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, ഒരു ബോറും ഇല്ല. ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് വേറെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഇത്രയും മതി നിങ്ങൾക്ക് സംസാരിക്കാൻ. ഐയും വിയും, ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഡൂ, ഡസ്, ഡിഡ്, ഈ സാമാർക്ക് എവിടെ യൂസ് ചെയ്യണമെന്നും കൂടെ മനസ്സിലാക്കിയാൽ മതി. ഈ കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് ഗ്രൂപ്പിൽ ഇടും. ക്ലാസ് ലൈവ് സെഷൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര് യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ലൈവ് കണ്ടു നോക്കുക കേട്ടോ. ഇതിനുശേഷം ഇൻസ്റ്റാഗ്രാമില് ഞാൻ 5 പോൾസ് ഇടും. ഈ 5 പോൾസും അറ്റൻഡ് ചെയ്യുക കേട്ടോ. 5 പോൾസും അറ്റൻഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇംഗ്ലീഷ് ലോഞ്ച് എന്ന് തന്നെയാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അപ്പൊ നിങ്ങൾ ആ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറിയിൽ ഞാൻ ഇട്ടേക്കുന്ന പോൾസും കൂടി അറ്റൻഡ് ചെയ്യുക. ഡെയിലി പോൾസ് ഓരോ ക്വസ്റ്റ്യൻസ് വീതം ഞാൻ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനും നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പില് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ റിവ്യൂവും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്കാബുലറി ആണ്, ഗ്രാമർ അല്ല. തീർന്നു, നിങ്ങളുടെ ഗ്രാമർ തീർന്നു. ഇനി ബോറടിച്ചിരിക്കേണ്ട നാളെ കുറെ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെയിലി പറയാൻ പറ്റുന്ന വാക്കുകൾ, അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ വെക്കാബുലറി, പുറത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ബോറടിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കാതെ നാളത്തെ ക്ലാസ്സും അതുപോലെ തന്നെ ഇനി വരുന്ന 3 ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മറന്നു പോവല്ലേ. 3 ക്ലാസ് മറക്കാതെ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എല്ലാം ഇട്ട് തരുന്നതാണ്. യൂട്യൂബിന്റെ ലിങ്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും, അതിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പൊ വേറൊന്നും ഇല്ലല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ഗൂഗിൾ റിവ്യൂ ഒന്ന് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. നാളെ കാണാം. നാളെ എല്ലാവരും കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നാളെ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ.